To view this video in English, please click the link given above. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കൗണ്ടർ കറന്റ് മെക്കാനിസം എന്താണെന്ന് മനസ്സിലാക്കാം. മാമൽസ് അതായത് സസ്തനികൾക്ക് അവരുടെ കോൺസെൻട്രേറ്റഡ് ഫോം ഓഫ് യൂറിൻ പുറത്ത് കളയാനുള്ള കഴിവുണ്ട്. കാരണം നമ്മൾ വെള്ളത്തിലല്ല ജീവിക്കുന്നത്. നമുക്ക് മാക്സിമം വെള്ളം തിരിച്ച് വലിച്ചെടുത്തതിന് ശേഷം വേസ്റ്റ് അത്യാവശ്യം ജലത്തിൽ മാത്രം ലയിപ്പിച്ച് കളയുന്ന ഒരു ഇതാണ് കോൺസെൻട്രേറ്റഡ് ഫോം ഓഫ് യൂറിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒട്ടും എക്സസ് വാട്ടർ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തു പോകുന്നില്ല. ഈ യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് കൗണ്ടർ കറന്റ് മെക്കാനിസം അഥവാ കൗണ്ടർ കറന്റ് മൾട്ടിപ്ലയർ എന്നും പറയാം. ഇത് മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലിയും അതിന് ചുറ്റുമുള്ള ബ്ലഡ് വെസലായിട്ടുള്ള നമ്മുടെ വാസ റെക്റ്റയും ചേർന്നിട്ടാണ്. അതായത് നമുക്കറിയാം നമ്മുടെ കിഡ്നി ഇങ്ങനെ നോക്കുമ്പോൾ ഇത് എപ്പോഴും ഈ ഒരു പിക്ചർ മനസ്സിലുണ്ടായിരിക്കണം. ഇതാണ് കോർട്ടിക്കൽ റീജിയൻ. കോർട്ടിക്കൽ റീജിയനിലാണ് നമ്മുടെ ബർമൻസ് ക്യാപ്സുള്ള PCT, DCT ഒക്കെ വരുന്നത്. ലൂപ്പ് ഓഫ് ഹെൻലി എവിടെ വരും? മിഡിലിൽ വരും. പിന്നെ നെഫ്രോൺ ഒരിക്കലും ഇങ്ങനെ എയറിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയല്ല. ഈ നെഫ്രോണിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തുണ്ട്? കിഡ്നിയുടെ സെൽസ് ഉണ്ട് അല്ലേ? ഈ ഭാഗത്ത് കോർട്ടിക്കൽ സെൽസ് ഉണ്ട്, ഈ ഭാഗത്ത് മെഡുലറി സെൽസ് ഉണ്ട്. അവരെയാണ് നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് എന്ന് പറയുന്നത്. ഇവിടെ വരുമ്പോൾ അപ്പം നമുക്ക് മെഡുലറി ഇന്റർസ്റ്റീഷ്യൽ സെൽസ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലൊക്കെ മെഡുലറി ഇന്റർസ്റ്റീഷ്യൽ എന്ന് പറയുന്നത് എന്താണെന്ന് അന്തം വിടരുത്. ഇത് അതിൻ്റെ പിറകിൽ കാണുന്ന ആ ബാക്ക്ഗ്രൗണ്ടിലെ സെൽസ് തന്നെയാണ്. അപ്പോൾ ഈ എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്നത് ആദ്യമായിട്ട് ഈ സെല്ലിലോട്ടാണ്. അവിടെ നിന്നാണ് പിന്നെ ബ്ലഡിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിൽ വെച്ചേക്കുക. അപ്പം നമ്മുടെ ഇന്റർസ്റ്റീഷ്യൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കോർട്ടെക്സിൻ്റെ അവിടെ കോൺസെൻട്രേഷൻ കുറവാണ്. അതായത് എപ്പോഴും നമ്മൾ ഈ ഓസ്മോളാരിറ്റി മനസ്സിലാക്കി വെക്കുക. ഒരു വെള്ളത്തിൽ കുറേ സോൾട്ട് അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് വെച്ചാൽ അത് ഹൈലി കോൺസെൻട്രേറ്റഡ് എന്ന് പറയും. അതായത് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണ്, വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അങ്ങനെയുള്ളതിനെ ഹൈപ്പർ ടോണിക് എന്ന് പറയും. എപ്പോഴും വെള്ളം അത് കൂടിയ ഭാഗത്തുനിന്ന് കുറഞ്ഞതിലേക്ക് വരും. അപ്പോൾ കൂടുതൽ സൊല്യൂട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഇങ്ങോട്ട് വരും സെല്ലിലാണെങ്കിൽ. അതിനെയാണ് നമ്മൾ എൻഡോസ്മോസിസ് എന്ന് പറയുന്നത്. ഇനി വെള്ളം കൂടുതൽ സെല്ലിനകത്താണ്, പുറത്ത് കുറവാണെങ്കിലോ അത് അങ്ങോട്ട് ഓടിപ്പോകും. അതായത് സൊല്യൂട്ട് കുറവാണെങ്കിൽ വെള്ളം കൂടുതൽ സെല്ലിലാണ്, അപ്പോൾ അത് പുറത്തോട്ട് പോകും. അതിനെ എക്സോസ്മോസിസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടക്കാൻ എപ്പോഴും ഈ സൊല്യൂട്ടിൻ്റെ ആവശ്യം. ഇപ്പം എനിക്ക് വെള്ളം സെല്ലിലേക്ക് എടുക്കണമെങ്കിൽ കൂടുതൽ സൊല്യൂട്ട് വെള്ളം സെല്ലിൽ വേണം. പുറത്ത് സൊല്യൂട്ട് കൂടുതലായി വെള്ളം പുറത്തോട്ട് പോകും. ഓക്കെ, സൊല്യൂട്ടിൻ്റെ അടുത്തോട്ട് വെള്ളം പോകുന്നു ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം ഈ കോർട്ടിക്കൽ റീജിയനിൽ ഡൈല്യൂട്ടാണ്. അതായത് 300 മില്ലി ഓസ്മോൾ പെർ ലിറ്ററേ ഉള്ളൂ അവിടുത്തെ ഇന്റർസ്റ്റീഷ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ. അതായത് അവിടെ സൊല്യൂട്ട് താരതമ്യേന കുറവാണ്. പിന്നെ പക്ഷേ നമ്മൾ മെഡിലയിലോട്ട് കടക്കുമ്പോൾ തുടക്കത്തിലൊക്കെ ഇവിടെ 600, 900 അങ്ങനെ വന്നിട്ട് 1200 മില്ലി ഓസ്മോൾ ആണ് വരുന്നത്. ഇവിടെ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ കളക്റ്റിംഗ് ഡക്റ്റും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എൻഡിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഓൾമോസ്റ്റ് 1200 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ ആണ് കോൺസെൻട്രേഷൻ. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ കൂടി വരുമ്പോൾ ഇതിനകത്ത് ഉള്ള ഫിൽട്രേറ്റും ഈ കോൺസെൻട്രേഷൻ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. കാരണം ഇത്രയും കോൺസെൻട്രേഷൻ ഇവിടെ വെച്ചാൽ മാത്രമേ നമുക്ക് ഈ കളക്റ്റിംഗ് ഡക്റ്റിൻ്റെ എൻഡിൽ കോൺസെൻട്രേറ്റഡ് ഫോം ഓഫ് യൂറിൻ കിട്ടുള്ളൂ. ഇനി നമ്മുടെ ഇവിടെ ആദ്യം കൗണ്ടർ കറന്റ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കാം. കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. നമ്മളിങ്ങനെ കോമഡിയൊക്കെ പറയുമ്പോൾ പറയില്ല കൗണ്ടർ പറഞ്ഞു എന്ന്, അതായത് ഓപ്പോസിറ്റ് ആയിട്ട് പറയുക, അല്ലെ ഓപ്പോസിറ്റിനെയാണ് കൗണ്ടർ എന്ന് പറയുന്നത്. കറന്റ് എന്ന് പറഞ്ഞാൽ ഒഴുക്ക്, ഫ്ലോ. വാട്ടർ കറന്റ്, റിവറിലൊക്കെ ആണെങ്കിൽ വെള്ളം ഒഴുകുന്നു അല്ലേ, അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയാണ് നമ്മൾ ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോയിനെയാണ് നമ്മൾ കറന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ താഴേക്ക് വരുന്നത് ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസറക്റ്റ്. ഡിസെൻഡ് ചെയ്യുന്നത് താഴേക്ക് വരിക. അപ്പോൾ ഇത് ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. അപ്പോൾ ഇത് അങ്ങനെ മേളിലോട്ട് പോകുന്നതിന് നമ്മൾ എന്ത് പറയും? അസെൻഡിങ് ലിംബ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് PCTയിൽ നിന്ന് വരുന്ന ഫിൽട്രേറ്റ് ഇങ്ങനെ താഴേക്ക് വരുന്നു. പക്ഷേ ഈ അസെൻഡിങ് ലിംബിൽ വരുമ്പോൾ അത് മുകളിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ നോക്കിയാൽ ഡിസെൻഡിങ് ലിംബിൽ താഴേക്ക്, അസെൻഡിങ് ലിംബിൽ മുകളിലേക്ക്. അപ്പോൾ ഇത് രണ്ടും ഫ്ലോ എങ്ങനെയാണ്? ഫിൽട്രേറ്റിൻ്റെ ഫ്ലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് അതിന് എന്ത് പറയാം? കൗണ്ടർ കറന്റ് എന്ന് പറയാം അല്ലേ, കൗണ്ടർ അല്ലേ. ഇനി ഇതിന് ചുറ്റിയിട്ട് വേറെ ആരുണ്ട്? നമ്മുടെ വാസറക്റ്റ. വാസറക്റ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് വെസലാണ് അല്ലേ. പെരിട്യൂബുലർ കാപ്പിലറീസിൻ്റെ ഒരു തിൻ ബ്രാഞ്ച് ഇതിന് പാരലലായിട്ട് പോകുന്നതിനെയാണ് നമ്മൾ വാസറക്റ്റ എന്ന് പറയുന്നത്. ഇത് വാസറക്റ്റയുടെ ഡിസെൻഡിങ് ലിംബാണ്. കാരണം ഇവിടെ ബ്ലഡ് താഴേക്കാണ് വരുന്നത്. ഇതാണ് അസെൻഡിങ് ലിംബ്. ഇവിടെ നിന്ന് ബ്ലഡ് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ ഡിസെൻഡിങ് ലിംബിൽ താഴേക്ക് വരുന്നു, അസെൻഡിങ് ലിംബിൽ മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഈ രണ്ട് ബ്രാഞ്ചസ് വാസറക്റ്റയുടെ 2 ലിംസ് നോക്കിയാലും അതിലെ ഫ്ലോ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ താഴേക്ക്, ഇവിടെ മുകളിലേക്ക്. ഓക്കെ, ഒരു ഡിഫറൻസ് ഓർത്ത് വെച്ചേക്കുക. ലൂപ്പ് ഓഫ് ഹെൻലിയിൽ കൂടെ ഒഴുകുന്നത് ഫിൽട്രേറ്റ് ആണ്, വാസറക്റ്റയിൽ കൂടി ഒഴുകുന്നത് ബ്ലഡ് ആണ്.
ഇനി ഇത് രണ്ടും അടുത്തല്ലേ വരുന്നത്, നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലിയുടെ അസെൻഡിങ് ലിംബും വാസറക്റ്റയുടെ ഡിസെൻഡിങ് ലിംബും. ഇവർ മാത്രം എടുത്ത് നോക്കൂ, അവരും ഓപ്പോസിറ്റല്ലേ ഫ്ലോ. ഇതിൽ ഫിൽട്രേറ്റ് മേളിലേക്ക് പോകുന്നു, ഇവിടെ ബ്ലഡ് താഴേക്ക് വരുന്നു. അതേപോലെ ഈ രണ്ട് ലിംബ്സ് എടുത്ത് നോക്കിയാൽ, അതായത് ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയും അസെൻഡിങ് ലിംബ് ഓഫ് വാസറക്റ്റ നോക്കിയാലും കൗണ്ടറാണ്, കാരണം അവർ തമ്മിൽ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ എവിടെ നോക്കിയാലും ഓപ്പോസിറ്റ് ഫ്ലോ ആണ് നടക്കുന്നത്. ഇതാണ് മ്യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകം. ഇനി ഈ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കിയാൽ, ഇവിടെ നമുക്കറിയാം PCT ആണ് അല്ലേ. PCTയിൽ നമ്മൾ ഓൾമോസ്റ്റ് 80% ഉള്ള ഇലക്ട്രോലൈറ്റ്സ്, വാട്ടർ, ന്യൂട്രിയൻസ്, വേസ്റ്റ് എല്ലാം നമ്മൾ, വേസ്റ്റ് അല്ല അത്യാവശ്യമുള്ള ചില ഇലക്ട്രോലൈറ്റിക് വേസ്റ്റ് എല്ലാം നമ്മൾ തിരിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പോൾ സാധാരണ ഇപ്പോൾ എല്ലാം വലിച്ചെടുത്ത് കഴിയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ കണ്ടീഷൻ? ഡൈല്യൂട്ട് ആവും അല്ലേ. അപ്പോൾ ആ ഒരു ഡൈല്യൂട്ട് ഫോമാണ് ഇവിടെ. ഓൾമോസ്റ്റ് 300 മില്ലി ഓസ്മോളുള്ള ലിക്വിഡാണ് താഴോട്ട് വരുന്നത്, ഫിൽട്രേറ്റ്. പക്ഷേ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഈ ഒരു ഡിസെൻഡിങ് ലിംബ് എന്ന് പറയുന്നത് വെള്ളത്തിനെ പരമാവധി പുറത്തേക്ക് തള്ളാൻ സഹായിക്കും. അതായത് ഇതിൻ്റെ ബോൾസ് വെള്ളത്തിനെ പുറത്തു പോകാൻ അനുവദിക്കും. അതിനെ പറയുന്ന പേരാണ് പെർമിയബിൾ ടു വാട്ടർ. അതായത് ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ഈസ് പെർമിയബിൾ ടു വാട്ടർ, വെള്ളത്തിനെ പുറത്തു പോകാൻ അനുവദിക്കും, ബട്ട് ഇംപെർമിയബിൾ ടു സോഡിയം. അപ്പോൾ ഇതിനകത്ത് സോഡിയം അയോൺസ് ഉണ്ട്, അവർക്കും പുറത്തു പോകാൻ ആഗ്രഹമുണ്ട്. വെള്ളം പോകുന്ന കാണുമ്പോൾ സോഡിയം പറയാൻ ഞാനും പോയിക്കോട്ടെ, നിന്നെ വിടില്ല, ഓൺലി വെള്ളത്തിനെ വിടുള്ളൂ. അപ്പോൾ പെർമിയബിൾ ടു വാട്ടർ ബട്ട് ഇംപെർമിയബിൾ ടു സോഡിയം. അപ്പോൾ താഴേക്ക് വരുമ്പോൾ എന്ത് പറ്റും? സോഡിയത്തിൻ്റെ അളവ് കൂടി വരും, വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു വരും. അപ്പോൾ സൊല്യൂട്ട് കൂടി വെള്ളം കുറഞ്ഞു. അപ്പോൾ എന്താണ്? ഹൈപ്പർ ടോണിക്, ഹൈ ഓസ്മോളാരിറ്റിയാണ്, വളരെ ഹൈ ഓസ്മോളാരിറ്റി ആയി. ഇനി ഇത് തിരിച്ച് മേളിലേക്ക് പോകുമ്പോൾ തിരിച്ച് സംഭവിക്കും, സോഡിയത്തിനെ പുറത്തു പോയിക്കോളാൻ പറയും. ഇനി നീ വയ്ക്കും, വാട്ടർ പോകണ്ട. എന്തുകൊണ്ടാ? കാരണം ഇവിടെ ഇത്രയും കോൺസെൻട്രേറ്റഡ് ആയി, ഇനി മുകളിലോട്ട് പോകുമ്പോൾ ഡൈലൂട്ട് ആവണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് വെള്ളത്തിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് പറ്റും? വെള്ളത്തിനെ കൊടുക്കാതെ സൊല്യൂട്ടിനെ മാത്രം കളഞ്ഞാലും ഡൈലൂട്ട് ആക്കാമല്ലോ. അപ്പോൾ ഈ സൊല്യൂട്ട് സോഡിയത്തിനെ നമ്മൾ പുറത്ത് കളഞ്ഞ് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും അത് ഡൈലൂട്ടായി. വെള്ളം ആ ഉള്ള എമൗണ്ടിൽ നിന്ന് നമ്മൾ മാക്സിമം സൊല്യൂട്ടിനെ കളഞ്ഞാലും ഡൈലൂട്ടായി. അപ്പോൾ ഇങ്ങനെ ഡൈലൂട്ടായിട്ട് വന്ന് DCTയിലേക്ക് കയറും. ഓക്കെ. അപ്പോൾ ഇവിടെ താഴോട്ട് വന്നപ്പോൾ കോൺസെൻട്രേഷൻ കൂടി, മേളിലോട്ട് വന്നപ്പോൾ വീണ്ടും നമ്മൾ ഡൈലൂട്ടാക്കി കളഞ്ഞു. ഇനി ഇതൊക്കെ കണ്ടുകൊണ്ട് ആരും ഇവിടെ ഇരിപ്പുണ്ട്? വാസറക്റ്റ. വാസറക്റ്റ പറയും സോഡിയം ഇവിടെ നിന്ന് ഇറങ്ങിയില്ലേ, വാസറക്റ്റ പറയും ഇങ്ങ് വന്നോളാൻ പറയും. അപ്പോൾ വാസറക്റ്റ ഈ സോഡിയത്തിനെ ഇവിടെ നിന്ന് എടുക്കും, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇറക്കി വിടും. ഓക്കെ. ഇവിടെ സോഡിയത്തിനെ പുറത്തു പോകാൻ അനുവദിച്ചില്ല, പക്ഷേ വാസറക്റ്റ ഇവിടെ നിന്ന് വന്ന സോഡിയത്തിനെ ഇവിടെ കൊണ്ട് ഇറക്കി വിടും. അപ്പോൾ ഇതിലൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. എന്ത് തലയ്ക്ക് സുഖമില്ലാത്ത പോലെ ഇവിടെ നിന്ന് വേണ്ടാന്ന് വെച്ച സാധനം അവിടെ നിന്ന് എടുത്ത് തിരിച്ചിവിടെ കൊണ്ട് കളയുന്നു അല്ലേ? അത് എന്തിനാണ്? അതിലൊരു കാര്യമുണ്ട്. കാരണം ഇവിടെ നമ്മൾ വെള്ളത്തോട് പുറത്ത് പൊയ്ക്കോളാൻ പറഞ്ഞുവെങ്കിലും അത് പാസീവ് മൂവ്മെൻ്റ് ആണ്. അതായത് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. വെള്ളത്തിന് പുറത്തോട്ട് വരാനുള്ള ആഗ്രഹമുണ്ട്, അനുവാദവുമുണ്ട്. പക്ഷേ പുറത്ത് കോൺസെൻട്രേഷൻ വെള്ളത്തിൻ്റെ കുറവാണെങ്കിലല്ലേ വെള്ളത്തിന് വെളിയിലോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കോൺസെൻട്രേഷൻ കുറവാക്കാൻ വേണ്ടി ഈ സോഡിയത്തിന് ഇവിടെ കൊണ്ടങ്ങ് ഇറക്കും. ആര്? നമ്മുടെ വാസറക്റ്റ. അപ്പോൾ പുറത്ത് നല്ല കോൺസെൻട്രേഷനില്ലേ, വെള്ളം കുറവ്, അപ്പോൾ വെള്ളം ചാടി പുറത്തോട്ട് വരും. അപ്പോൾ വെള്ളത്തിനെ പുറത്തേക്ക് കളയാനുള്ള ഒരു ഓസ്മോളാരിറ്റി കണ്ടീഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സോഡിയത്തിന് ഇവിടെ കൊണ്ട് വിടുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മെഡുലറി ഇൻ്റർസ്റ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോൾട്ടിയാണ്. ഓൾറെഡി ഇവിടെ ഉപ്പാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ സോഡിയത്തിന് ഇറങ്ങി വരാനും പാടുണ്ട്, കാരണം ഓൾറെഡി നല്ല ഉപ്പ് പുറത്തുണ്ട്. അപ്പോൾ പിന്നെ വീണ്ടും എൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ഇവിടുത്തെ ഒരു മൂവ്മെൻറ്റ് എന്താണ്? ആക്റ്റീവാണ്. അതായത് എനർജി എക്സ്പെൻഡ് ചെയ്ത്. അതേസമയം ഇവിടെ വെള്ളം പാസീവായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇനി ഇതിങ്ങനെ പോയി ഇവിടെ വന്നു. ഇവിടെ വരുമ്പോൾ നമുക്കറിയാം അധികം അബ്സോർപ്ഷൻ ഒന്നും നടക്കുന്നില്ല, എന്ത് മാത്രമേ ഉള്ളൂ? സെക്രീഷനേ ഉള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ അബ്സോർപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഡൈല്യൂട്ടാണ്. പക്ഷേ ടുവേർഡ്സ് ദി എൻഡ് ആകുമ്പോഴേക്കും സെക്രീഷൻ ഓഫ് ദി അയോൺസ് നടക്കുന്നുണ്ട്. അമോണിയം അയോൺസ്, പൊട്ടാഷ്യം അയോൺസ്, ഹൈഡ്രജൻ അയോൺസ്. അത് ഉണ്ട്, അത് വീണ്ടും കോൺസെൻട്രേറ്റഡ് ആയി അത് താഴേക്ക് വരുന്നു. ഈ താഴേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നല്ല സോൾട്ടി കണ്ടീഷൻ അല്ലേ. ഈ മെഡുലറി ഇൻ്റർസ്റ്റീഷ്യൻ സോൾട്ടി ആയിട്ട് ആര് പുറത്തോട്ട് വരും? നമ്മുടെ വാട്ടർ, മാക്സിമം വാട്ടർ നമ്മുടെ കളക്റ്റിംഗ് ഡക്റ്റിൽ നിന്ന് പുറത്തേക്ക് വരും. പക്ഷേ ഇവിടെ വെള്ളം വന്നു കഴിഞ്ഞാൽ, വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം വരുമോ? ഇല്ല. അപ്പോൾ അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് യൂറിയയും പുറത്തോട്ട് വരും. ശരിക്കും പറഞ്ഞാൽ യൂറിയ നമ്മുടെ വേസ്റ്റാണ്, അത് കളയേണ്ട സാധനമാണ്. പക്ഷേ കുറച്ച് തിരിച്ചെടുക്കും, കാരണം ഒരു അത്യാവശ്യം ഉണ്ട്. കാരണം സോഡിയം എല്ലാം ഇങ്ങോട്ട് പോയി, അതുകൊണ്ട് ഇവിടെ സോഡിയം കിട്ടാനില്ല. അപ്പം നമുക്ക് ഇത്തിരി യൂറിയ ഉണ്ടെങ്കിൽ ഇവിടെ സൊല്യൂട്ടായിട്ട് ആക്ട് ചെയ്ത് യൂറിയ ഇവിടെ ഇങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് വെക്കുമ്പോൾ ഈ വെള്ളം കൂടുതൽ പുറത്തോട്ട് വരും അല്ലേ. അപ്പോൾ ഈ വെള്ളം പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ യൂറിയ കൂടാനും പാടില്ല. അപ്പോൾ ഈ യൂറിയ, എക്സസ് യൂറിയ വീണ്ടും ഇങ്ങോട്ട് നമ്മുടെ അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയിൽ കയറും. എന്നിട്ട് അത് DCT കൂടെ വരും, ഇവിടെ വരും, വീണ്ടും ഇറങ്ങും, കയറും. അപ്പോൾ ഇതൊരു
കുറച്ച് എമൗണ്ട് ഓഫ് യൂറിയ നമ്മളിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ മുഴുവൻ യൂറിയ പുറന്തള്ളുന്നില്ല, ഒരു ഓസ്മോളാരിറ്റിക്ക് വേണ്ടി കുറച്ചൊന്നും നമ്മളിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ വെള്ളം പുറത്തേക്ക് വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ കോൺസെൻട്രേഷൻ 1200 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ ആണ്. അപ്പോൾ ഇവിടെ തുടങ്ങിയപ്പോൾ ഈ ഫിൽട്രേറ്റ് 300 ഇപ്പം അത് നമ്മൾ കളയുമ്പോൾ അത് എത്ര 1200. അപ്പോൾ എത്ര സമയം അത് അല്ലെങ്കിൽ എത്ര ടൈംസ് അത് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കൂടുതൽ കോൺസെൻട്രേഷനായി 4 ഇരട്ടിയായി അല്ലേ അതിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇതിൽ ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് എന്തിനാണെന്ന് പറയാം. അതായത് കോൺസെൻട്രേറ്റഡ് ഫോം ഓഫ് യൂറിൻ ഉണ്ടാക്കുന്നതിനാണ് കൗണ്ടർ കറൻറ്റ് സിസ്റ്റം. പിന്നെ ഈ കൗണ്ടർ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത് 2 കൗണ്ടർ, ഇത് 2 കൗണ്ടർ, ഇത് തമ്മിലും കൗണ്ടർ. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ പറയേണ്ടത് മെയിനായിട്ട് 2 സോൾട്ടാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ആരൊക്കെയാണ്? നമ്മുടെ സോഡിയവും യൂറിയയും. സോഡിയം ക്ലോറൈഡ് എന്ന് പറയാം. സോഡിയം ക്ലോറൈഡും യൂറിയയാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ എത്ര ടൈം മൾട്ടിപ്ലൈ കോൺസെൻട്രേഷൻ കൂട്ടാൻ കഴിയുന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 4. അപ്പം അതും ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഇത് പറയുക, ദ ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി പെർമിയബിൾ ടു വാട്ടർ ആണ്, പക്ഷേ സോഡിയത്തിന് ഇംപെർമിയബിൾ ആണ്. അപ്പോൾ വാട്ടർ പുറത്തോട്ട് പോകും. അതേസമയം അസെൻഡിങ് ലിംബിൽ ഇംപെർമിയബിൾ ടു സോഡിയം, വാട്ടർ പുറത്തു പോകില്ല. സോ ഇറ്റ് ബിക്കംസ് ഡൈല്യൂട്ട് അഗെയിൻ. അതേസമയം സോഡിയം റിലീസ്ഡ് ആരെടുക്കും? ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസറക്ട വിൽ ടേക്ക്. പിന്നെ അതിനെ ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെല്ലിയുടെ അടുത്തുകൊണ്ട് റിലീസ് ചെയ്യുന്നു. അങ്ങനെ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ കളക്റ്റിംഗ് ഡെക്കിലെത്തുമ്പോൾ വെള്ളവും യൂറിയയും പുറത്തേക്ക് വരുന്നു. യൂറിയ തിരിച്ച് അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെല്ലിൽ കൂടി കയറി അതിങ്ങനെ കുറച്ച് സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. ഇതാണ് കൗണ്ടർ കറൻറ്റ് മെക്കാനിസം. ഞാൻ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളെല്ലാം പ്രയോജനപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. നിങ്ങൾ ഒരു ലൈക്കും എടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.